ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് അനന്തപുരിയിലെ ഇന്നത്തെ വിഷുക്കണി കാണണ്ടേ? തീർച്ചയായിട്ടും അതിമനോഹരമായൊരു വിഷുക്കണിയാണ് അവിടെ അനന്തപുരിയിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ കണ്ണിനെയൊക്കെ ഒരുക്കി വിളക്കൊക്കെ കത്തിച്ച് വാൽക്കണ്ണാടിയൊക്കെ വെച്ച് ഉരുളിയിൽ ഫലവ്യഞ്ജനങ്ങളൊക്കെ വെച്ച് ഒരു പാത്രം നിറച്ച് സ്വർണ്ണങ്ങളൊക്കെ വെച്ചിട്ടുള്ള അതിമനോഹരമായ ഒരു വിഷുക്കണിയാണ് അനന്തപുരിയിൽ നടക്കുന്നത്. വിഷുക്കണി കാണുന്നതിന് വേണ്ടിയിട്ട് അമ്മമാരെല്ലാവരും തൻ്റെ മക്കളെ കൊണ്ടുവരികയാണ്. ദേവയാനി ആദർശിനെ കൊണ്ടുവരികയാണ്, നമ്മുടെ ജലജ അബീനെ കൊണ്ടുവരുന്നു, നമ്മുടെ അനിയെ അമ്മ കൊണ്ടുവരുന്നു, അതുപോലെ തന്നെ മുത്തശ്ശിനെ കൊണ്ടുവരുന്നു. അങ്ങനെ അതിനുശേഷം നമ്മുടെ ജയനും അജയനും വന്നെത്തുകയാണ്. എന്താണെങ്കിലും എല്ലാവരും നല്ലൊരു കണിയൊക്കെ കണ്ടതിന് ശേഷം പറയുന്നുണ്ട്, അനാമിക എന്തെങ്കിലും ചോദിക്കും. അന്നേരം നമ്മുടെ അനി പറയുന്നുണ്ട്, അവളെ ഞാൻ രാവിലെ വിളിച്ചതാണ്, കുറച്ച് നേരം കൂടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ വീണ്ടും കിടന്നു എന്ന് പറയും. എന്താണെങ്കിലും കുറച്ച് നേരം കഴിയുന്നതിന് മുന്നേ തന്നെ നമ്മുടെ അനാമിക സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട്. അമ്മേ എന്നെ ആരെങ്കിലും ഒന്ന് പിടിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആരും പോയി പിടിക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെ നമ്മുടെ അനാമിക സ്റ്റെപ്പിൽ നിന്നൊക്കെ ഒന്ന് വീണിട്ടാണ് എണീച്ച് വരുന്നത്. എന്നിട്ട് വീണ്ടെടുത്ത് നിന്നിട്ട് എണീക്ക് എന്ന് പറയുമ്പം നമ്മുടെ അമ്മ ചെന്ന് വിളിച്ചിട്ട് എണീപ്പിച്ചിട്ട് കൊണ്ടുവരുന്നൊക്കെ ഉണ്ട് കേട്ടോ. വീണപ്പോഴത്തേക്കിനും മുത്തശ്ശി പറയുന്നുണ്ട്, വിഷുവായിട്ട് വീണല്ലോ എന്നും പറയുന്നുണ്ടേ. പിന്നീട് നമ്മുടെ അനാമിക ഇങ്ങനെ വിഷുക്കണി കാണുകയാണ് കേട്ടോ. വിഷുക്കണി കണ്ടിട്ട് ഇങ്ങനെ കണ്ണൊക്കെ തുറന്ന് വരുന്നതും തുറന്ന് നോക്കുന്നതേ നമ്മുടെ സ്വർണ്ണ തളികയിലായിട്ടാണ്. കണ്ണനെ കാണുന്നതായിട്ടൊന്നും കാണിക്കുന്നേ ഇല്ല. എന്നിട്ടിങ്ങനെ മനസ്സിൽ പറയുകയാണ്, ഇന്ന് എന്തെങ്കിലും കാര്യമായിട്ട് കിട്ടിയാൽ മതിയായിരുന്നു ഭഗവാനെ എന്നിങ്ങനെ പറയുവേ. എന്നിട്ട് എല്ലാവരും വിഷുക്കൈനീട്ടം മേടിക്കാൻ വരൂ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശൻ എല്ലാവരും വിളിക്കും കേട്ടോ. ആദ്യം ഇളയ മരുമകൾ തന്നെ വാ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ്റെ അടുത്ത് ചെന്നിട്ട് നമ്മുടെ കൈനീട്ടം മേടിക്കാനായിട്ട് ഒരുങ്ങും കേട്ടോ. അപ്പം മുത്തശ്ശൻ്റെ അടുത്ത് ചെന്നതും കൈ നീട്ടുമ്പോഴത്തേക്കിനും ദേവേന് പറയും, മോളെ ആദ്യം കാലിൽ തൊട്ട് തൊഴുക, എന്നിട്ടാണ് നമ്മുടെ വിഷു കൈനീട്ടം മേടിക്കേണ്ടതെന്ന് പറയും കേട്ടോ. സോറി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനാമിക വീണ്ടും മുത്തശ്ശൻ്റെ കാലിൽ വീണിട്ട് 1 രൂപ തൊട്ട് മേടിക്കും കേട്ടോ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ വിഷു കൈനീട്ടമൊക്കെ മേടിച്ച് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ അനാമിക പറയുന്നുണ്ട്, ഇതിലും ഭേദം വീടായിരുന്നു, അവിടെയാണെങ്കിൽ 2000 കിട്ടുമായിരുന്നു എന്നിങ്ങനെ അനാമിക പറയുവാണേ. ഇതിനിടയ്ക്ക് നമ്മുടെ ആദർശനോട് ചോദിക്കുന്നുണ്ട്, നാനമോള് വിളിച്ചായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവളും രാവിലെ തന്നെ വിളിച്ചുണർത്തിയിട്ട് പെട്ടെന്ന് വെക്കുകയൊക്കെ ചെയ്തു എന്ന് പറയും കേട്ടോ. അമ്മത്തേക്കും നമ്മുടെ ജയൻ ചോദിക്കുവേ, മരുമോള് അമ്മയമ്മ വിളിച്ചായിരുന്നു എന്ന് ചോദിക്കുമോ? എന്നെ എന്തിനാ അവൾ വിളിക്കുന്നതെന്നൊക്കെ ചോദിക്കും കേട്ടോ. നീ എപ്പോഴും എണീച്ചതെന്ന് ചോദിക്കുമ്പോൾ പറയും, ഞാൻ കറക്റ്റ് 3:45 തന്നെ എണീച്ചു എന്ന് ദേവയാനിയും പറയുവേ. അതിനുശേഷം നമ്മുടെ മുത്തശ്ശിക്ക് കൈനീട്ടം കൊടുക്കുമ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട്, എത്ര നാളായിടോ ഞാൻ തനിക്ക് കൈനീട്ടം തരാൻ തുടങ്ങിയിട്ട് എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, 1/2 നൂറ്റാണ്ട് കഴിഞ്ഞു എന്ന് പറയും കേട്ടോ. എന്നിട്ടിങ്ങനെ മുത്തശ്ശിനെ എല്ലാവരെയും നോക്കിയിട്ട് പറയുകയാണ്, കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട് ഇന്നിപ്പോൾ 55 വർഷം തികഞ്ഞു കഴിഞ്ഞു. അത്രയും നാളും നല്ല രീതിയിലുള്ള ദിവസങ്ങളാണ് സമ്മാനിച്ചത്. എന്താണെങ്കിലും സ്വർണം കൊണ്ടും എല്ലാം കൊണ്ടും ഈ തറവാട് ഉയർന്നു വന്നിട്ടേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. പിന്നെ നമ്മുടെ മുത്തശ്ശൻ ചോദിക്കേ, കരിമരുന്ന് പ്രയോഗം ഇല്ലേടാ മക്കളെ എന്നൊക്കെ ചോദിക്കുവേ. എന്നാലും നമ്മുടെ അപ്പി പറയുന്നുണ്ട്, കരിമരുന്ന് പ്രയോഗം ഇല്ലാതെ എന്തോന്ന് വിഷു എന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് പിന്നെ എല്ലാവരും കമ്പിത്തിരിയും പൂത്തിരിയും പടക്കമൊക്കെ പൊട്ടിക്കുക കേട്ടോ. പിന്നീട് നമ്മുടെ നയനയുടെ വീട്ടിലും ഇങ്ങനെ ആഘോഷമാണ്. അവിടെയും കമ്പിത്തിരിയും പൂത്തിരിയൊക്കെ പടക്കമൊക്കെ പൊട്ടിക്കുക കേട്ടോ. അപ്പോൾ പടക്കമൊക്കെ പൊട്ടിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ കനകയൊക്കെ പേടിച്ച് ഉള്ളിലോട്ട് കയറി പോകുന്നുണ്ട്. നന്ദുവാണ് പൊട്ടിക്കുന്നത്. അപ്പം നമ്മുടെ നയന പറയുന്നുണ്ട്, നന്ദു ഇനി ഇങ്ങനെ ചെയ്യില്ല കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ദേവയാനി കൃഷ്ണൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ എൻ്റെ നയനമോൾക്കും അവളെ സ്നേഹിക്കുന്നവർക്കും ഒന്നും ഒരു ആപത്തും സംഭവിക്കരുതേ, നല്ല രീതിയിൽ തന്നെ എല്ലാം ഈ വർഷം കടന്നു പോകണേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ദേവയാനി. എന്നിട്ട് പൂജാരി വന്നിട്ട് ചോദിക്കേ, അതിരാവിലെ പോകുന്നോ, ഒറ്റയ്ക്കാണോ വന്നതെന്ന് ചോദിക്കേ. അന്നേരം നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, വിഷുവായിട്ട് രാവിലെ എണീച്ചായിരുന്നല്ലോ, അതുകൊണ്ട് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നു എന്ന് പറയുവേ. അച്ഛൻ്റെ പൂജകളും കാര്യങ്ങളും ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്കിനും അതിരാവിലെ തന്നെ വിളിച്ച് അമ്മ അറിയിച്ചിട്ടുണ്ടായിരുന്നു, അതിനനുസരിച്ചിട്ട് പൂജകളൊക്കെ ചെയ്തു എന്ന് പറയുവേ. പൂജയുടെ പ്രസാദം ഇവിടെ ഉണ്ട്, തന്നു വിടട്ടെ എന്ന് ചോദിക്കുക. അന്നേരം നമ്മുടെ ദേവയാനി പറയും, അത് വീട്ടിൽ നിന്ന് ജാനകിയും ജലജയൊക്കെ വരും, അവരുടെ കൊടുത്ത് വിട്ടാൽ മതി എന്ന് പറയുവേ. അങ്ങനെ എന്നിട്ട് പിന്നെ ദേവയാനി വീണ്ടും ഭഗവാന്റെ മുന്നിൽ നിന്ന് തിരിഞ്ഞിട്ട് പറയും, ഒരു കാര്യം പറയാൻ മറന്നുപോയി ഭഗവാന്, എൻ്റെ മരുമകൾക്ക് ഒരു കുഞ്ഞിനെ തലോലിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്, അത് എത്രയും പെട്ടെന്ന് സഹായിച്ച് കൊടുക്കണേ ഭഗവാനെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്.
എന്നിട്ട് പിന്നെ നമ്മുടെ ജലജയും ജാനകിയും ഇങ്ങനെ സ്റ്റെപ്പ് കയറി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. സംസാരിക്കുന്ന വഴിക്ക് പറയുന്നുണ്ട്, എന്താ എവിടെ പോയതാണോ എന്നൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നത് കേട്ടോ. എന്നിട്ട് ആ മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ നിന്നിട്ട് നമ്മുടെ മരുന്ന് കഴിക്കുവാണ്. അപ്പോഴത്തേക്കിന് അമ്മേ ഏട്ടത്തി എവിടെയാണ് പോയെന്ന് പറഞ്ഞോ എന്ന് ചോദിക്കുക. ഇല്ലയെന്ന് പറയുവേ. അമ്പലത്തിൽ പോയതാണോ എന്തോ എന്നാലും എന്തിനാണ് ഒറ്റയ്ക്ക് പോയത്, ഞങ്ങളോടും കൂടെ ഒന്ന് പറയാമായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, കരൾ മാറ്റി വെച്ചതിന് ശേഷം അവളുടെ പ്രവൃത്തികളെല്ലാം മൊത്തത്തിൽ മാറിയിട്ടുണ്ട്, ചേഞ്ച് ആയിട്ടുണ്ട്. അമ്പലത്തിൽ തോന്നുമ്പോൾ പോകുന്നു, തോന്നുമ്പോൾ വരുന്നു. പിന്നെ അതൊരു നല്ല കാര്യം ആയതുകൊണ്ട് നമ്മൾ വിമർശിക്കേണ്ട കാര്യമില്ല എന്നിങ്ങനെ മുത്തശ്ശൻ പറയുവാണ്. അതല്ല അച്ഛാ, എല്ലാ വിഷുവിനും ഞങ്ങളെയും കൂടെ കൂട്ടിയിട്ടല്ലേ ഏട്ടത്തിൽ പോകാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം എന്താ ഞങ്ങളെ വിളിക്കാതെ പോയത്, അതാ ചോദിച്ചത് എന്നിങ്ങനെ ജലജ പറയുവേ. ഇടയ്ക്കിടയ്ക്ക് ഏട്ടത്തി ഇങ്ങനെ പരിപാടികൾ ചെയ്യുന്നുണ്ട്. ഇന്നലെ തന്നെയാണെങ്കിലും പറയാതെ വെളിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, പർച്ചേസ് ചെയ്യാനെന്നും പറഞ്ഞ് പോയിട്ടുണ്ട്. എനിക്ക് നല്ല ഡൗട്ടുണ്ട്, ഇവിടെ തന്നെയാണോ എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയത്തില്ല. പക്ഷേങ്കിൽ മരുമകളുടെ വീട്ടിലോട്ടാണോ പോകുന്നത്, എനിക്ക് നല്ല ഡൗട്ടുണ്ട് എന്നിങ്ങനെ ജാനകി പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയും, അവൾ അങ്ങോട്ടൊന്നും പോകത്തില്ല, അങ്ങനെയാണെങ്കിൽ നായനമോളോട് നല്ല രീതിയിൽ അവൾക്ക് പെരുമാറത്തില്ലായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പം വീണ്ടും ജാനകി പറയുന്നുണ്ട്, എന്തോ ഡൗട്ടുണ്ട്, എന്തോ ദുരൂഹതയുണ്ട് എന്നിങ്ങനെ പറയുവേ. അന്നേരം നമ്മുടെ മുത്തശ്ശൻ പറയുവേ, ഏതൊക്കെയായാലും നിന്നെ ഇവളെയും പോലെ കുടുംബത്തിനകത്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ജാനകിയും ജലജയും കൂടെ മുഖത്തോട്ട് മുഖം നോക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ അവൾ ഒറ്റയ്ക്കാണ് അടുക്കളയിൽ കയറി പാചകവും എല്ലാം ചെയ്യുന്നത്. ജോലിക്കാരിയെ പോലും കൂടെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതിൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പോലും കൂടെ സങ്കടമുണ്ട് എന്നിങ്ങനെ മുത്തശ്ശൻ പറയുവേ. എങ്ങനെ വിശ്വസിക്കാതിരിക്കും? അടുക്കളയിൽ നിന്ന് ഒരു ഗ്ലാസ് പാല് കുടിച്ചത് മാത്രമേ ഏട്ടത്തിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അറിയാലോ, ഇപ്പം പിന്നെ ഏതോ ഒരു നല്ല കൊച്ച് കരൾ കൊടുത്തതുകൊണ്ടാണ് ഏട്ടത്തി ജീവിക്കുന്നത് തന്നെ. സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിച്ചെന്നാൽ നല്ല രീതിയിൽ മനസ്സമാധാനത്തോടെ കഴിക്കാമല്ലോ എന്നിങ്ങനെ ജാനകിയും പറയുന്നുണ്ട്. എന്നാലും നിനക്കൊക്കെ അവളെ ഒന്ന് സഹായിക്കാം, പലപ്പോഴും അവൾ നിർബന്ധിച്ചാലാണ് നിങ്ങളൊക്കെ അടുക്കളയിൽ കയറുന്നത് എന്നിങ്ങനെ പറയുവേ. ഇവള് പണ്ട് മുതലേ കള്ളിയാണ്. നീ അങ്ങനെ അല്ലായിരുന്നല്ലോ, നീ നേരത്തെയൊക്കെ അടുക്കളയിലൊക്കെ കയറിക്കൊണ്ടിരുന്നല്ലേ, പിന്നെന്താ പറ്റിയത്, ഇപ്പോൾ നീ എന്താ സഹായിക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അന്നേരം മുത്തശ്ശനൊക്കെ പറയുന്നുണ്ട്, മരുമകൾ വന്നതിന് ശേഷം ഏട്ടത്തിയോട്ടുള്ള ബഹുമാനമൊക്കെ ഇവർക്ക് കുറഞ്ഞു എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ ജാനകി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഇല്ലെന്ന്. എന്നിട്ട് പിന്നെ ആ വായി തന്നെ പറയുന്നുണ്ട്, എങ്ങനെ കുറയാതിരിക്കും, എൻ്റെ മരുമകളെ പറ്റിയിട്ട്, മരുമകളുടെ ജീവിതത്തെ പറ്റിയിട്ട്, അല്ലെങ്കിൽ മകൻ്റെയും ജീവിതത്തെ പറ്റിയിട്ട് ഇവിടെ ആർക്കും ഒരു ചിന്തയില്ല എന്നിങ്ങനെ പറയുവേ. അനാമിക മോൾ നാളെ അനിയുമായിട്ടുള്ള ബന്ധം പിരിയോ എന്ന് പോലും എനിക്ക് സംശയമുണ്ടെന്നിങ്ങനെ പറയുവേ. അത് നേരെയാക്കാനും ആരും ശ്രമിക്കുന്നില്ല എന്ന് പറയുക. അതിൻ്റെ ഒരു ദേഷ്യം എനിക്കുണ്ട് അച്ഛാന്നും പറയും കേട്ടോ. വിഷുവായിട്ട് കൂടുതൽ സംസാരിക്കേണ്ട, അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയതാണെങ്കിൽ പോകാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും പറഞ്ഞു വിടുക മുത്തശ്ശൻ. അവർ പറഞ്ഞത് നേരാണ്, അനിയും അനാമികയും തമ്മിൽ ഒരു പൊരുത്തവും ഇല്ല എന്ന് പറയേ. നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, പൊരുത്തമുള്ളൊരു കൊച്ചുണ്ടായിരുന്നു, അവളെ ആരും ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചതും ഇല്ല എന്ന് പറയും കേട്ടോ. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ആദർശിനെയാണ് വണ്ടിയൊക്കെ ആയിട്ട് വന്ന് നിൽക്കുക കേട്ടോ. മറ്റാരെയല്ല, സ്വന്തം അമ്മേനെ തന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് മോന്. അപ്പം അമ്മ കാണാതെ ഇങ്ങനെ മാറി നിൽക്കുകയാണ്. അമ്പലത്തിൻ്റെ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി നമ്മുടെ ദേവയാനി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആദർശം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇപ്പോൾ അമ്മ പറഞ്ഞത് ശരിയാണ്, അമ്പലത്തിലേക്ക് തന്നെയാണ് അമ്മ വന്നത്, ഇനി അമ്മ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അറിയണമെന്നിങ്ങനെ മനസ്സിൽ പറയുവാണേ. എന്താണെങ്കിലും നമ്മുടെ ആദർശ് ദേവയാനി പോകുന്ന കാറിന് പുറകെ തന്നെ വെച്ച് പിടിക്കാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ. ദേവയാനി വന്ന് കാറിൽ കയറും, കാർ എടുത്തോട്ട് പോകും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പുറകെ ആദർശം വിടുകയാണ്. നേരെ കാർ വന്ന് നിൽക്കുന്നത് നമ്മുടെ നന്ദാവനത്തിലാണ് കേട്ടോ. അപ്പോഴത്തേക്കിനും കാർ കയറ്റിയിട്ടിട്ട് നമ്മുടെ ദേവയാനി അതിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പുറത്ത് നിന്നിട്ട് നമ്മുടെ ആദർശ് കാണുന്നുണ്ട്. എന്നിട്ട് ഇറങ്ങിയിട്ട് കയറി പോകുന്നത് വരെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ആദർശിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയുകയാണ്, അപ്പം എല്ലാവരും കൂടെ എന്നെയും പറ്റിക്കുകയായിരുന്നു അല്ലേ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ മനസ്സിൽ. പിന്നെ വീട്ടിനുള്ളിലേക്ക് വരുമ്പോഴത്തേക്കിനും അമ്മയെ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്ന് നയനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും, ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ കനകയൊക്കെ വന്നിട്ട് വരുമെന്ന് അറിയാമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അമ്മായി എത്തിയല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നവ്യ ഓടി വരുന്നുണ്ട്. വിഷുക്കൈനീട്ടം ആയിട്ടാണ് വന്നേക്കുന്നത്. ഇത് ഞാൻ നേരത്തെ അമ്പലത്തിൽ കൊടുത്തിട്ട് പൂജിച്ച് വെച്ച നാണയങ്ങളാണെന്ന് പറഞ്ഞ് പേഴ്സ് തുറന്നിട്ട് എടുക്കും കേട്ടോ. അതിനുശേഷം നമ്മുടെ
കനകയ്ക്ക് വിഷുക്കൈനീട്ടം കൊടുക്കും, നമ്മുടെ നയനയ്ക്ക് കൊടുക്കും, അതുപോലെ തന്നെ നന്ദുവിന് കൊടുക്കും, നവ്യയ്ക്ക് കൊടുക്കും എന്നിട്ടൊക്കെ പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് പോകണം. ഇതിനു മുന്നെയൊക്കെ ഞാൻ വിഷുവിന് അമ്പലത്തിൽ പോയിട്ടുള്ളത് ജലജനും ജാനകിയൊക്കെ കൂട്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ ആദർശടക്കം എല്ലാവർക്കും സംശയമുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് പോകണമെന്നിങ്ങനെ ദേവയാനി പറയുന്നുണ്ട്. വിഷു എങ്ങനെ ഉണ്ടായിരുന്നു അമ്മായിന്ന് ഇങ്ങനെ നവ്യ ചോദിക്കുക. നിങ്ങൾ രണ്ടുപേരും ഇല്ലാത്തതിൻ്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറയുവേ. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. ഇപ്പോൾ പിന്നെ അഭിമോനും നവ്യനെ സ്നേഹിക്കുന്നുള്ളതുകൊണ്ട് ഒരുപാട് സന്തോഷത്തിലുണ്ട്. അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഗോവിന്ദേട്ടൻ അമ്പലത്തിൽ പോയിരിക്കുകയാണെന്ന് പറയുവേ. അപ്പം നമ്മുടെ നയന് പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളും പോകുന്നുണ്ട് എന്ന് പറയുവേ. അല്ല മോളെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നതെന്ന് ചോദിക്കുകയെ നമ്മുടെ നന്ദുവിൻ്റെ അടുത്ത്. എന്നിട്ട് നമ്മുടെ അനു വിളിച്ചിട്ട് ഹാപ്പി വിഷു വല്ലതും പറയുകയോ വല്ലതും ചെയ്തോന്ന് ചോദിക്കുക. ഇല്ലെന്ന് പറയേ. അന്നേരത്തേക്ക് നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് ഇനി വിളിക്കുമ്പോൾ ചോദിക്കണം, മുഖത്തൊരു പാടുണ്ടോ എന്ന് ചോദിക്കണോ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുക. അപ്പം നമ്മുടെ നവ്യ ഇങ്ങനെ ചോദിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്പരം മുഖത്തോട്ട് നോക്കുവേ. ഇന്നലെ നന്ദുവിനെ കണ്ടിട്ടല്ലേ അവൻ അങ്ങോട്ടേക്ക് വന്നത്. അതിന് ഞാൻ കാരണത്തൊന്ന് കൊടുത്തു എന്ന് പറയുവേ. അതാര് പറഞ്ഞിട്ട് അമ്മ അറിഞ്ഞതെന്ന് ഇങ്ങനെ ആരും ചോദിച്ചില്ലെന്ന് ചോദിക്കേ. അപ്പോഴത്തേക്കും പറയും അതൊന്നും ഞാൻ ചോദിച്ചില്ല. പക്ഷെ കള്ളം ചെയ്യുന്നവൻ്റെ മുഖത്ത് നോക്കി 2 വാക്ക് തറപ്പിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം വെളി വരുമല്ലോ. ഇവിടെയും അങ്ങനെ തന്നെയായിരുന്നു. SI ആവാൻ പോകുന്ന ആളിനെ പിടിച്ചിട്ടൊന്ന് കുടഞ്ഞു. അപ്പോഴത്തേക്കിനും സത്യം പറഞ്ഞു അനിയെ കണ്ടെന്ന്. അപ്പോഴത്തേക്കിനും കനക അത് ശരി, അപ്പം നീ അനിയെ കാണാനാണോ രാത്രിക്ക് പോയതെന്ന് ഇങ്ങനെ കനക ചോദിക്കുവേ. ഇനി വിഷുവായിട്ടൊന്നും പറയണ്ട കനകെ. കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കുട്ടികളാ 2 പേരും. ഇന്നലെ പറഞ്ഞതൊക്കെ മനസ്സിലായി കാണും അല്ലേ മോളെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്. ഇനി തെറ്റുകളൊന്നും ചെയ്യില്ലായിരിക്കും എന്ന് വിശ്വസിക്കാമല്ലോ എന്നൊക്കെ. അനിയുടെ കല്യാണം കഴിഞ്ഞു, അതിന് മുന്നേ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് 2 പേർക്കും സമരം ചെയ്യാമായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അത് പറ്റത്തില്ല. അല്ലെങ്കിൽ അന്നത്തെ സാഹചര്യം വെച്ച് നോക്കിയാൽ ഞാൻ അതിനെ അനുകൂലിക്കത്തുമില്ലായിരുന്നു എന്നിങ്ങനെ ദേവയാനി പറയുന്നുണ്ട്. ഇനി കിട്ടാത്തതിൻ്റെ പുറകെ പോകല്ലേ മോളെ എന്നിങ്ങനെ പറയും. അപ്പം നമ്മുടെ നന്ദു പറയും ഇനി ഞാൻ പോകത്തില്ലെന്ന് പറയും കേട്ടോ. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട് അനിയാണ് നിന്നെ ശല്യം ചെയ്യുന്നതെന്ന് അറിയാം മോളെ എന്ന് ഇങ്ങനെ ദേവയാനിയും പറയുവേ. മോള് വേണം അവനെ തിരുത്താനായിട്ട്. മോള് വർത്തമാനം പറയാതെ മുഖം തിരിച്ച് നടന്നാൽ മതി. മോള് ദേഷ്യപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ദേവയാനി പറഞ്ഞു കൊടുക്കുവാണേ. അങ്ങനെ ദേഷ്യപ്പെടാനുള്ള മാനസികാവസ്ഥയിലല്ല അനി എന്നാണ് ഇവളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏതൊക്കെയായാലും മോള് പോലീസ് ക്യാമ്പിലേക്ക് പോവുമല്ലേ. അവിടുന്ന് വരുമ്പോഴത്തേക്കിനും അവനെ മാറ്റിയെടുക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ജയനെയും അജയനെയാണ് കാണിക്കുന്നത്. അജയൻ എന്നിട്ട് ഏട്ടാ ആദർശിനും ഒരുപാട് ടെൻഷൻസുകളുണ്ട്. ഇന്നലെ എന്നോട് കുറച്ച് കണക്കുകളൊക്കെ വിളിച്ച് പറഞ്ഞത് ഒരു കാൽക്കുലേഷനും ഇല്ലാതെയാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. വിഷുവായിട്ട് റെക്കോർഡ് സെയിൽ നടന്ന അതിൻ്റെ ഒരു സന്തോഷം അവന് കാണുന്നില്ല. അവൻ എന്തൊക്കെയോ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്നത് എന്നിങ്ങനെ ജയൻ പറയുമ്പോഴത്തേക്കിനും മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടേ. ആദർശിന് എന്തൊക്കെയോ മാറ്റമുണ്ട് അച്ഛാ, അവൻ ആകെപ്പാടെ സങ്കടപ്പെട്ടിട്ട് നടക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയാം കുട്ടികളുടെ കാര്യത്തിലൊക്കെ ഞങ്ങൾ ഇടപെടുന്നതിൽ ഒരു പരിധിയുണ്ട്, അച്ഛനായി നിനക്ക് അതൊക്കെ മാറ്റിയെടുക്കാമല്ലോ എന്നിങ്ങനെ ചോദിക്കുവേ. അതെങ്ങനെയാണ് അച്ഛനിപ്പോൾ ഉപദേശം കൊടുക്കുന്ന മോനാണിങ്ങനെ മുത്തശ്ശി പറയുക. അപ്പം മുത്തശ്ശനും പറയുന്നുണ്ട് അത് ശരിയാ, നിങ്ങളുടെ ഇളയച്ചന്മാരെ കഴിഞ്ഞും അച്ഛനെ കഴിഞ്ഞും ഒക്കെ ഉത്തരവാദിത്വ ബോധം അവനുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശം അങ്ങോട്ടേക്ക് വരും. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് പറഞ്ഞ് നാക്കെടുത്തിട്ട് എല്ലാവരും മുന്നേ എത്തിയെന്ന് പറയാം. അപ്പം എന്താ മുഖത്തിൽ സങ്കടപ്പെട്ടിട്ടൊക്കെയാണ് വരുന്നത് കേട്ടോ. അല്ല മോനെ നീ ഇതെവിടെയായിരുന്നു ചോദിക്കാം, അമ്പലത്തിൽ പോയതാന്ന് പറയും കേട്ടോ. അല്ല വിഷുവിന് നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചല്ലേ പോകുന്നത്, പിന്നെ നീ എന്താ ഞങ്ങളെ ഒഴിവാക്കിയിട്ട് പോയതാന്നൊക്കെ ചോദിക്കുക. അതിനുശേഷം ചോദിക്കുന്നുണ്ട് നമ്മുടെ അമ്മ അങ്ങോട്ട് വന്നായിരുന്നല്ലോ, അമ്മയെ കണ്ടോന്ന് ചോദിക്കുക. അന്നേരം നമ്മുടെ ആദർശ് കള്ളം പറയും കേട്ടോ, അമ്മേനെ കണ്ടില്ലെന്ന് പറയുവേ. വയസ്സായവരെയൊക്കെ ഒഴിവാക്കാനുള്ള പുറപ്പാടിലാണോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കിനും ആദർശ് പറയാം അതെന്താ അങ്ങനെയൊന്നുമില്ല മുത്തശ്ശ, എല്ലാവരും പൂജാമുറിയിൽ പ്രാർത്ഥിച്ച് കണിയൊക്കെ കണ്ടല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുവേ. ഈ എല്ലാ പ്രാവശ്യവും ഒന്നിച്ചാണ് പോകുന്നത്, പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല എന്നിങ്ങനെ ജയനും പറയുവേ. ഇപ്പോൾ ഈ പൂജകളൊക്കെ ഈ വീട്ടിൽ കുറവാകുന്നുണ്ട്, അതിൻ്റെ താളപ്പിഴകളൊക്കെ കാണുന്നുമുണ്ട്, അനിയുടെ ജീവിതത്തിൽ അത് കാണുന്നുണ്ട്. അതുകൂടാതെ നിനക്കെന്തോ മാനസിക വിഷമമുണ്ടെന്നാണ് ഇവന്മാരും പറയുന്നത് എന്നിങ്ങനെ മുത്തശ്ശൻ പറയുവേ. എനിക്കൊരു വിഷമമുണ്ട് മുത്തശ്ശ, ഞാൻ ഇപ്പോൾ അടുത്ത് താമസിയാതെ തന്നെ പറയാം എന്നിങ്ങനെ പറയേ. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി ചോദിക്കും കേട്ടോ നയനമോളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുക. അന്നേരം പറയാം അവളുമായിട്ട് മാത്രമല്ല വേറൊരാളുമായിട്ടും പ്രശ്നമുണ്ടെന്ന് ഇങ്ങനെ പറയുക. അപ്പം മുത്തശ്ശി ഇങ്ങനെ വാവ് വിളിക്കുവേ. അങ്ങനെ മുത്തശ്ശനും അജയനും ജയനും ഒക്കെ ഇങ്ങനെ എല്ലാവരും കൂടെ സ്തംഭിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്